ഷാരോൺ രാജ് കൊലക്കേസിൽ പ്രതിയായ ഗ്രീഷ്മയുടെ കേസിന്റെ വിധി നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി 17-ാം തീയതി വിധി പറയും. കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് തന്നെയായിരുന്നു ഷാരോൺ രാജിൻ്റെ. പാറശാലക്കാരനായ ഷാരോൺ രാജിനും ഗ്രീഷ്മയും ഒന്നിച്ച് പഠിക്കുന്നവരായിരുന്നു. അവർ നാഗർകോവിലിലെ ഒരു കോളേജിൽ ഒന്നിച്ച് പഠിക്കുന്നവരാണ്. ചില സന്ദർഭത്തിൽ അവർ ഷാരോൺ രാജിൻ്റെ ബൈക്കിൻ്റെ പിന്നിലിരുന്നാണ് ഗ്രീഷ്മ പോകുന്നത്. ഏതായാലും അവർ ഇടയ്ക്ക് കോളേജിനടുത്തുള്ള ചില ലോഡ്ജുകളിൽ മുറിയെടുത്ത് താമസിക്കുകയും ചെയ്യും. ഭാര്യ ഭർതൃ ബന്ധം പോലെ അവർ രണ്ടുപേരും വിവാഹം കഴിക്കാനായിട്ടുള്ള തീരുമാനമെടുത്താണ് ഈ രീതിയിൽ കോളേജിൽ പോകുന്നതും അതോടൊപ്പം ലോഡ്ജുകളിൽ മുറിയെടുത്ത് താമസിക്കുന്നതും. ഗ്രീഷ്മയുടെ മാതാപിതാക്കൾക്ക് ഈ ബന്ധം അറിയാം, ഷാരോൺ രാജിൻ്റെ വീട്ടുകാർക്കും ഈ ബന്ധങ്ങൾ അറിയാം. അവർ വിവാഹം കഴിച്ചോട്ടെ, പ്രായപൂർത്തിയായവരായ എന്ന് അവരൊക്കെ മനസ്സിലും വന്നിട്ടുണ്ടാവാം. പക്ഷേ ഗ്രീഷ്മയ്ക്ക് അടുത്ത കാലത്ത് ഒരു വിവാഹ ആലോചന വന്നു, ഒരു പട്ടാളക്കാരൻ്റെ. ഷാരോൺ രാജിന് പ്രത്യേക വരുമാനമൊന്നുമില്ല, പഠനമാണ്, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയില്ല. എങ്കിലും ഗ്രീഷ്മയുടെ അമ്മ, അതുപോലെ അമ്മാവൻ നിർമ്മലകുമാരൻ, അമ്മ സിന്ധു, അവരെ ഒരാൾ സമീപിച്ച ഒരു കല്യാണ ആലോചനയും വന്നു. അത് പട്ടാളക്കാരനാണ്, ജോലിയുണ്ട്, കാണാൻ സുമുഖനാണ്. അവര് ഈ പെൺകുട്ടിയുടെ ജാതകവും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി. അതിൻ്റെ ഫലം വന്നപ്പോൾ അവർ നിരാശരായി. ആദ്യത്തെ ഭർത്താവ് ആരായാലും വാഴില്ല. അവരത് വിശ്വസിച്ചു. ജാതകവും ഇതിൽ വിശ്വാസവും സമയം നോക്കും, ഇതുപോലെയുള്ള ചില പറച്ചിലുകളുണ്ട്, ആദ്യത്തെ ഭർത്താവ് വാഴില്ല, അങ്ങനെയൊക്കെയുള്ള ചില ജാതക പൊരുത്തക്കേടുകളൊക്കെ പലരുടെയും ജാതകത്തിലുണ്ട്. വിദേശപര്യടനത്തിന് പോകും, തിരികെ വരില്ല, അല്ല ആള് 50-ാമത്തെ വയസ്സിൽ മരിക്കും, പിന്നെ കാണില്ല, ഇങ്ങനെയൊക്കെയുള്ള വളരെയധികം കാര്യങ്ങൾ ജാതകത്തിൽ എഴുതി പിടിപ്പിച്ച് നമുക്ക് കാണാം. അതിൽ ഭൂരിപക്ഷം ആൾക്കാർ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഗ്രീഷ്മയ്ക്ക് കല്യാണ ആലോചന വന്നപ്പോൾ അവർ ഈ പ്രശ്നം വെച്ച് നോക്കി. ആദ്യത്തെ ഭർത്താവ് വാഴില്ല എന്നവർ കണ്ടു, അത് അവരെല്ലാവരും വിശ്വസിച്ചു. ശരി, ആദ്യത്തെ ഭർത്താവ് എന്തായാലും ഭാര്യ ഭർത്തൃ ബന്ധത്തിലാണ് ഷാരോണും ഗ്രീഷ്മയും മുന്നോട്ട് പോകുന്നതെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ആദ്യത്തെ ഭർത്താവ് ഷാരോൺ തന്നെ, അദ്ദേഹത്തിന് മരണം ഉണ്ടാവും ഉറപ്പ്. അത് പ്രതീക്ഷിച്ച് അവരിരുന്നു. ഒരു മരണവും ഉണ്ടായില്ല. പിന്നെ വിഷം കൊടുത്ത് കൊല്ലാൻ തീരുമാനിച്ചു. ഷാരോണ് ഈ അലയൻസിൽ നിന്ന് പിന്മാറാൻ അവർ ഒത്തിരി ശ്രമിപ്പിച്ചു. അയാൾ പിന്മാറിയില്ല. അയാൾ ഗ്രീഷ്മയുമായിട്ട് ഹാർദവമായി ജീവിച്ചോളാം, ഞങ്ങൾ അതിൽ നിന്ന് അവർ മാറാൻ തയ്യാറല്ല അയാൾ. പക്ഷേ ഗ്രീഷ്മയുടെ മനസ്സ് ചാഞ്ചാടി. അവർ ആ പുതിയ പയ്യനെ ഇഷ്ടപ്പെട്ടു, അയാളുടെ ഒപ്പമുള്ള ജീവിത സ്വപ്നം കണ്ടു, നല്ലൊരു ഭാവി തനിക്കുണ്ടാവും, തൻ്റെ ഇപ്പോഴത്തെ കാമൻ ഷാരൂൺ തന്നെ ഉപേക്ഷിച്ച് പോകണം. പല പല തന്ത്രങ്ങളും ഗ്രീഷ്മ ഇറക്കി നോക്കി. അയാൾ പിന്മാറാൻ തയ്യാറല്ല. പിണങ്ങി നോക്കി, ഇണങ്ങി നോക്കി, ഒന്നും നടക്കത്തില്ല. ഏതായാലും ആ ഭർത്താവ് ഏതായാലും കല്യാണം കഴിച്ചാൽ അധികം നാൾ നിൽക്കത്തില്ലല്ലോ. അതുകൊണ്ട് അയാളെ കൊലപ്പെടുത്താൻ നോക്കി. അവർ ഗൂഗിളിലും അവിടെ ഇവിടെ എല്ലാം സെർച്ച് ചെയ്യുന്നുണ്ട്. 1-2 പ്രാവശ്യം അവന് അവിടുത്തെ കഷായത്തിലെ ചില വിഷങ്ങൾ ചേർത്ത് കൊടുത്തു നോക്കി. അതവൻ കുടിക്കാതെ പോയി 1-2 പ്രാവശ്യം. അത് നടന്നില്ല. ദിവസങ്ങളും മാസങ്ങളും മുന്നോട്ട് പോവുകയാണ്. കല്യാണത്തിൻ്റെ ആൾക്കാർ താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കണം പെട്ടെന്ന്. അതോടുകൂടി ഇവര് ഈ ഷാരോണിനെ കൊലപ്പെടുത്താൻ തന്നെ ഗ്രീഷ്മ തീരുമാനിച്ചു. ആ തീരുമാനത്തിൽ അമ്മ സിന്ധുവിനും അമ്മാവൻ നിർമ്മലകുമാരനും പങ്കുണ്ടോ ഇല്ലയോ എന്ന് പോലീസിന് അറിയാം. കോടതിയിൽ അതിന് എവിഡൻസ് എന്താ കൊടുത്തതെന്ന് നമുക്കറിയില്ല. എന്തായാലും അയാളെ കൊലപ്പെടുത്താൻ തന്നെ തീരുമാനിച്ച് അതനുസരിച്ച് കരുക്കൾ നീക്കി. അങ്ങനെ 2020 ഒക്ടോബർ 10 ഗ്രീഷ്മ കഷായത്തിൽ കീടനാശിനി കലക്കി വീട്ടിൽ വെച്ചു. അപ്പനും അമ്മയും വീട്ടിൽ നിന്ന് മാറി. ഈ പയ്യനെ കുറേ നാളുകളായിട്ട് ബന്ധമില്ലാതിരിക്കുക അവനെ വിളിച്ചു വരുത്തി. പഴയ പോലെ സ്നേഹം നടിച്ചു. അവർ തമ്മിൽ ബന്ധപ്പെട്ടു വീട്ടിനകത്ത് വെച്ച്. അതിനുശേഷം അവനെ കുടിക്കാൻ കൊടുത്തു. കഷായം സന്തോഷത്തോടെ കുടിച്ചു. അതിനകത്ത് കീടനാശിനിയുണ്ട്. ആ പയ്യൻ ഷാരോൺ വന്നപ്പോൾ ഷാരോണിൻ്റെ സുഹൃത്തും കൂടെ വന്നിരുന്നു. ബൈക്കിൽ അയാൾ വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു.
ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഉടൻ തന്നെ അയാൾ വൊമിറ്റ് ചെയ്തു. ഷാരോൺ തല കറങ്ങുന്ന പോലെ തോന്നി, വൊമിറ്റ് ചെയ്തു. അയാൾ പെട്ടെന്ന് ഇയാളുടെ സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ പെട്ടെന്ന് വീട്ടിലാക്ക്, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അവിടുന്ന് സ്വല്പം ജ്യൂസ് കഷായം കുടിച്ചു എന്ന് പറഞ്ഞു. അത് കൂടെ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. തല കറങ്ങുന്നതായിട്ട് വീട്ടിൽ പോയി കട്ടിലേ പോയി കിടന്നു. അവര് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത്, ഇതിന് മാറ്റമൊന്നുമില്ല. ഛർദി അങ്ങ് തുടങ്ങി. അവർ നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. താലൂക്ക് ആശുപത്രിയിൽ ചെന്നു. അവർ പറഞ്ഞ് പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഷാരോനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ICUവിൽ അഡ്മിറ്റായി. കാരണം വൊമിറ്റിംഗ് ആണ്, അൺകോൺഷ്യസ് ആയി പോയി. ഏതായാലും 11 ദിവസത്തോളം ICUവിൽ കിടന്നു. 11 ദിവസം മരിച്ചു. ഇന്റേണലായിട്ടുള്ള എല്ലാ ഓർഗനും ഡാമേജ് ഉണ്ടായി. ആ കീടനാശിനി ചെന്ന് ശരീരത്തിലേക്ക് പ്രവേശിച്ച് ഇൻറ്റസ്റ്റൈനിലും സ്റ്റൊമക്കിലും ലിവറിലും എല്ലായിടത്തും ഇത് പടർന്ന് കയറി. 11 ദിവസം ഡോക്ടർമാർ ഡയാലിസിസ് ഒക്കെ ചെയ്ത് പിടിച്ചിരിക്കാൻ നോക്കി, നടന്നില്ല. 11 ദിവസം മരിച്ചു. അതിനുശേഷം ഷാരോന്റെ വീട്ടുകാർക്ക് മനസ്സിലായി ഇതൊരു ചതിയായിരുന്നെന്നും. ഏതായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മജിസ്ട്രേറ്റ് അവിടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെത്തി ഷാരോന്റെ മൊഴി രേഖപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ മരണമൊഴി തന്നെ ചതിക്കുകയായിരുന്നു ഗ്രീഷ്മ ചെയ്തതെന്ന് പറഞ്ഞു. തൻ്റെ സുഹൃത്തിനോട് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു, അവളെ സ്നേഹിച്ചു, അവൾ എന്നെ ചതിച്ചു, അതുകൊണ്ടാണ് എനിക്ക് ഗതിയുണ്ടായത്. അവൻ്റെ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ അടുത്തും പറഞ്ഞു, താൻ മരണപ്പെട്ടു പോകും, തന്നെ ഗ്രീഷ്മ ചതിക്കുകയാണ് ചെയ്തത് എന്ന് തീർച്ചയായിട്ടും ഉറപ്പിച്ചു പറഞ്ഞു. അതേ മൊഴി കോടതിയിൽ നിന്ന് വന്ന മജിസ്ട്രേറ്റ് മുമ്പാകെയും കൊടുത്തു. ഏതായാലും കേസിന്റെ വിധി 17-ാം തീയതി ജനുവരി 17-ന് കോടതി പ്രഖ്യാപിക്കും. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രഖ്യാപിക്കുന്നത്. ഇതിനകത്ത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഉണ്ടായിരുന്നു. അതുപോലെ പ്രതിപക്ഷയുടെ വാദഗതികൾ കണ്ടു. അതുപോലെ തന്നെ ഡിഫൻസിന്റെ വാദഗതികൾ കടന്നു. ഏതായാലും നല്ല തെളിവുകൾ ഇതിനകത്തുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. സിന്ധുവിൻ്റെ അമ്മയുടെ റോള്, അങ്കിളിൻ്റെ റോള്, നിർമ്മൽകുമാറിൻ്റെ റോളും തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണോ എന്ന് സംശയമുണ്ട്. ഈ കൊലപാതകത്തിൽ അവരുടെ ഗൂഢാലോചനയിൽ അവർ പങ്കുണ്ടെങ്കിൽ അവർക്ക് ലൈഫ് ഇംപ്രിസൺമെന്റ് കൊടുക്കേണ്ടി വരും. ഇവര് രണ്ടുപേരും തെളിവ് നശിപ്പിച്ചതിന് നല്ല എവിഡൻസ് ഉണ്ട്. കഷായത്തിനകത്ത് കീടനാശിനി ചേർത്ത കീടനാശിനിയുടെ ബോട്ടിൽ അവർ കാട്ടിലെറിഞ്ഞ് കളഞ്ഞു. പിന്നീട് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ആ കീടനാശിനിയുടെ ടിന്ന് അത് റിക്കവർ ചെയ്തൊക്കെ നമ്മൾ കണ്ടു. അതിലുള്ള ഫിംഗർ പ്രിന്റ് എടുക്കുന്നതും കണ്ടു. ഏതായാലും ഗ്രീഷ്മയ്ക്കെതിരായി ശക്തമായ തെളിവുകൾ ഈ കേസിനകത്ത് പോലീസിന് കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞു. പ്രോസിക്യൂഷൻ ഭാഗം തീർച്ചയായിട്ടും അക്കാര്യത്തിൽ വിജയിച്ചു എന്ന് ഞാൻ കരുതുന്നു. പ്രതിഭാഗത്തിലെ ആൾക്കാരും അവരുടെ വാദഗതികൾ നിരത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇനി 302 ഗ്രീഷ്മയ്ക്ക് മാത്രമാണോ ഉള്ളത്? 120 ഗൂഢാലോചന ഉണ്ടെങ്കിൽ അമ്മ സിന്ധുവിനും അമ്മ നിർമ്മലകുമാരനും ജീവപര്യന്തം തടവിലേക്ക് പോകേണ്ടി വരും. ഏതായാലും ജനുവരി 17-ന് ഈ കേസിന്റെ വിധി അഡീഷണൽ സെഷൻസ് കോടതി നെയ്യാറ്റിൻകര പറയും. അന്ന് നമുക്ക് എന്താണ് ഗ്രീഷ്മയുടെ വിധി അല്ലെങ്കിൽ ശിക്ഷയെന്നും അമ്മയുടെയോ അമ്മാവൻ്റെയും ശിക്ഷ എന്താണെന്നും അന്ന് നമുക്കറിയാം.